അങ്ങനെ എടുത്തേക്കാ വരുമെന്നറിയില്ല. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ രാവിലെ എണീച്ച് നോക്കുമ്പോൾ തന്നെ അച്ഛൻ മീൻ വാങ്ങിയിട്ട് വരുന്ന കാഴ്ച കേട്ടോ കണ്ടത്. ഞാനിത് എണീച്ച് പല്ലെല്ലാം തേച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഉറക്കം ശരിയായിട്ടില്ല. പിന്നെ നേരത്തെ എണീച്ച് എഡിറ്റെല്ലാം ചെയ്യാനുള്ളതുകൊണ്ട് അപ്പോൾ രണ്ടാൾ നിലത്തും ഒരാൾ കട്ടിലെല്ലാമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ തലേന്ന് കത്തിച്ച എന്താ പറയുക പൂക്കുറ്റീൻ്റെയും കമ്പിത്തിൻ്റെയും എല്ലാം വേസ്റ്റെല്ലാം അച്ഛൻ അടിച്ചു വാരി കളയാന്ന്. പിന്നെ അമ്മ ഇതാ കറുത്ത പയർ നമ്മളെ തുവര അതാണ് കറി വെച്ചത്. എനിക്കത് വറ്റിച്ചതാണ് ഇഷ്ടം. അങ്ങനെ അതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ അച്ഛനുള്ള ഗോതമ്പ് ദോശ ചുടുവാന്ന് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ താഴെ കിടന്ന ഒരാൾ മുകളിലെത്തിയിട്ട് അച്ഛൻ പിന്നെ ജസ്റ്റ് പിള്ളേർ അതെടുത്തിട്ട് ആ കത്തിച്ച സംഭവം എടുത്ത് കളിച്ചാലോ എന്ന് വെച്ചിട്ട് അത് മാത്രം അടിച്ച് വരി കളഞ്ഞതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ബാക്കി അങ്ങ് അടിച്ചേക്കാമെന്ന്. തലേന്ന് നല്ല മഴയും കാറ്റെല്ലാം ആയതുകൊണ്ട് ആവശ്യത്തിലധികം ചപ്പും പുല്ലും എന്തെല്ലോ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അച്ഛൻ്റെ മുന്നിൽ ചൂല് വാങ്ങിയിട്ട് മൊത്തത്തിൽ അങ്ങോട്ടേക്ക് അടിച്ച് വാരി. 3 പിള്ളേരും രാത്രി ഉറങ്ങാൻ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ഇപ്പം ഇതാണ് അവസ്ഥ. റിക്കൂട്ടനാണെങ്കിൽ എൻ്റെ അടുത്താണ് പൊതുവെ ഉറങ്ങൽ. പക്ഷെ അവർ രണ്ടാളുള്ളതുകൊണ്ട് അവർ അമ്മമ്മേൻ്റെ അടുത്ത് ഉറങ്ങുന്നതുകൊണ്ട് റിക്കൂട്ടൻ എന്ത് പണിയെടുത്ത് ഓനും അമ്മമ്മേൻ്റെ അടുത്ത് ഉറങ്ങണം എന്നിട്ട് വാശി പിടിച്ച് അങ്ങനെ എങ്ങനെയല്ലോ പിടിച്ച് കിടത്ത് ഉറക്കിയതാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും അടിച്ചു വരുന്ന ഒച്ച കേട്ടാൽ അതിന് 3 എണീച്ച് വരുമോ. നോക്കും ഭാഗ്യത്തിന് എണീച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് അമ്മേൻ്റെ പച്ചക്കറികളൊന്നും ഉണ്ടാക്കാം. ഇപ്പം കൂടുതൽ അമ്മ പച്ചമുളകിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് മറ്റേ ഉണ്ട പച്ചമുളകില്ലേ അതാണ്. അപ്പുറത്തെ വീട്ടിലെ സജിയാണ് നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ പച്ചമുളകുണ്ട്. പിന്നെ നല്ല പുതിന, കുറേ പുതിന ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെയാണ് ഇപ്പോഴത്തെ കൃഷികൾ എന്ന് പറഞ്ഞത്. ഇനിയുണ്ട്, ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഇവിടുത്തെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു മുറ്റം, സൈഡിൽ മുറ്റം, പുറകിൽ മുറ്റം ഉണ്ടാവുക ഇത് പിന്നെ ചെറിയൊരു വളപ്പ് അങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് മൊത്തം അടിച്ച് വരാനുണ്ട് കേട്ടോ. ഫുള്ള് ഇങ്ങനത്തെ മരങ്ങളായതുകൊണ്ട് ഇങ്ങനെ ചോലയാണ്. അതുകൊണ്ട് ആവശ്യത്തിലധികം ഇലകളുണ്ടാകും. പിന്നെ കാറ്റും ഇതെല്ലാം ഉണ്ടാകുമ്പോൾ പിന്നെ അധികമാണ് കേട്ടോ. എന്നാലും കുറവാണ്. ഇതൊന്നല്ല നിതിനാൻ്റെ നാട്ടിലുള്ള മുറ്റത്തുള്ള ചപ്പയായിരുന്നു പണ്ട് കാണേണ്ടത്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തെല്ലാം നമ്മളിങ്ങനെ ചാക്കിൽ വരിയിട്ട് കൊണ്ടുപോകും. അത്രയ്ക്ക് റബ്ബറിൻ്റെ പിന്നെ ആ വളപ്പിലുള്ളവർ റബ്ബറെല്ലാം വെട്ടിയതിന് ശേഷം അങ്ങനെയല്ലേ ഒന്നുമില്ല. ഇപ്പം അങ്ങനെ പിന്നെ ഇലയേ ഇല്ല എന്ന് പറയാൻ വേണ്ടി. പണ്ടത്തെ അപേക്ഷിച്ചിട്ട് നല്ല കുറവാണ്. അതിലും ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്നതിൻ്റെ മുന്നേ അമ്മയെല്ലാം പറയുന്നേക്കാം ഇതൊന്നല്ല എന്നാന്ന് എന്തോ പിരിച്ചിട്ടാണ് എല്ലാ ചപ്പും കൂടി എടുത്തിട്ട് കൊണ്ടുപോകലെന്ന് നമ്മൾ പറയലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ അതിൻ്റെ ഇടയിൽ കാറിടുന്നുണ്ട്. വാഷിംഗ് മെഷീനിലാണ് നടക്കല കേട്ടോ. അപ്പം അപ്പോഴേക്ക് നോക്കുമ്പം റിക്കൂട്ടിന് ഇതാ എണീച്ച് വന്നിട്ടുണ്ട്. ഷീറ്റിൽ മൂത്രമെല്ലാം ഒഴിച്ചിട്ടാണ് വന്നത്. അതാ പകുതി മാത്രം എടുക്കുന്നത്. അപ്പം ട്രൗസറിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാന്ന് കേട്ടോ. അപ്പം ഇങ്ങനെ റിക്കൂട്ടൻ്റെ ഒച്ച കേട്ടിട്ട് സാൻവി എണീച്ചു. അപ്പം അമ്മ അപ്പോഴേക്ക് അച്ഛനുള്ള ദോശയാക്കി. പിന്നെ നമുക്കുള്ള പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാന്ന്. അപ്പം അച്ഛൻ ആറിയിട്ടിട്ട് ഇതുപോലെ ആക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. അച്ഛൻ എപ്പോൾ ആറിയിട്ട് കഴിഞ്ഞാലും രണ്ടാമത് ഞാനോ അമ്മയോ അതൊന്ന് ശരിക്കൊന്ന് ആറിയിടും കേട്ടോ. അപ്പോഴേക്ക് ഒരാൾ ഇത് ഉടുതുണി ഒന്നും ഇല്ലാണ്ട് ആടെ വന്നിട്ട് നിൽക്കുന്നുണ്ട്. എന്തെല്ലോ ഡയലോഗെല്ലാം അടിച്ചിട്ടാണ് നിൽക്കുന്നത്. രാവിലെ തന്നെ നല്ലപോലെ ഉറങ്ങിയത് കൊണ്ട് നല്ല മൂടായിരുന്നു രാവിലെ എണീച്ചിട്ട് വരുമ്പം. അങ്ങനെ അവൻ്റെ ചിരി കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. വീഡിയോ ഇത്തിരി സ്പീഡാക്കാം, അല്ലെങ്കിൽ പിന്നെ ബോറടിക്കും. ഇപ്പോൾ ഇവിടെ ജപ്പാൻ കുടിവെള്ളം വരുന്നതുകൊണ്ട് നമ്മളതിലാണ് അലക്കലും ചെയ്യലും. അപ്പോൾ ഇന്ന് രാവിലെ വെള്ളം വന്നതുകൊണ്ട് അച്ഛനെല്ലാം കൂടി വാഷിംഗ് മെഷീനിലിട്ടിട്ട് ഒന്നിച്ചങ്ങ് അലക്കി കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ പോയ ഡ്രസ്സ് അങ്ങനത്തെ സംഭവമെല്ലാം അമ്മ വേറെ തന്നെ അലക്കുവാണ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് ഹാൻഡ് വാഷ് ചെയ്യില്ല അതുപോലെ ചെയ്യുവാണ് ചെയ്തത് കേട്ടോ.
അങ്ങനെ ചടപടേന്ന് അതും തീർത്തിട്ട് ഇങ്ങോട്ടേക്ക് കയറി. ഇപ്പം 3 പല്ല് വെക്കാൻ പറഞ്ഞു വേഗം. എനിക്ക് രാവിലെ തന്നെ പിള്ളേർ പല്ലേച്ചിട്ടില്ല എന്തോ പോലെയാണ്. ഞാൻ നിർബന്ധിച്ചിട്ട് അങ്ങ് പല്ലേക്കിപ്പിക്കും. അങ്ങനെ 3 പല്ല് തേക്കൽ കഴിഞ്ഞു. അപ്പോഴേക്ക് നമ്മൾ പൂരിയും കറിയെല്ലാം ആയതുകൊണ്ട് വേഗം തന്നെ ചായ കുടിക്കാനും പറഞ്ഞു കേട്ടോ. അങ്ങനെ പിള്ളേരെല്ലാം റിക്കോർഡിനും വേഗം ഇരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ സാൻവി ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കും, കഴിക്കും കേട്ടോ. അപ്പം ഞാൻ സാൻവിനോട് പറഞ്ഞാൽ നീയും തിന്നു, അങ്ങനെ ഓന് മാത്രം കൊടുത്തിട്ട് കാത്തു നിൽക്കണ്ട, നീയും തിന്നു എന്ന് പറഞ്ഞു. അങ്ങനെ 2 കൂടി കഴിച്ചു. പിന്നെ ഞാനും പൂരി കഴിക്കുന്നുണ്ട്. കുട്ടൻ ഇവരുള്ളതുകൊണ്ട് നല്ലൊരു രസമാണ്. പക്ഷേ എനിക്കും തോന്നുന്നത് പിന്നെ ഓൻ ഒറ്റയ്ക്ക് നിൽക്കാൻ തന്നെ ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ അന്നേരേ ഇങ്ങനെ ഒറ്റക്കാണല്ലോ, ഇവരെല്ലാം എപ്പോഴെങ്കിലല്ലേ വരുന്നുള്ളൂ. അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ കളിക്കാൻ സാധനങ്ങൾ കൊടുക്കാത്ത അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലും ഉണ്ട് കേട്ടോ. അപ്പോഴേക്ക് സനയെ പറഞ്ഞ് അമ്മേനെ വിളിച്ചതാന്ന് പറഞ്ഞിട്ട് ഏച്ചിനെ വീഡിയോ കോൾ ചെയ്തതാണ് കേട്ടോ. നമ്മൾ സനിക്കുട്ടൻ രാത്രിക്ക് കരച്ചിലായിരുന്നു, അമ്മയപ്പാ വരുവാ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം നമ്മൾ പറഞ്ഞു നിന്നോട് അങ്ങോട്ടും വരുന്നവരെ പറഞ്ഞില്ല, അമ്മേൻ്റെ വിളിച്ച് വന്നാൽ മതിയെന്ന്. അങ്ങനെ എന്തെല്ലോ തമാശയെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു രാത്രിക്ക്. അങ്ങനെ ഏച്ചി എല്ലാവരോടും വർത്താനം പറയാമെന്ന്. പിന്നെ 3 കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾക്ക് 2 ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അയച്ചു കൊടുത്തു. നമ്മളെ ചുരിദാർ മെറ്റീരിയൽ സ്റ്റോക്ക് എത്തിയിട്ടില്ല കേട്ടോ. മംഗലാപുരത്താണ് എത്തിയത്. 2 ദിവസത്തിനുള്ളിൽ എൻ്റെ കയ്യിൽ കിട്ടുമായിരിക്കും. അതിന് ശേഷം ഞാൻ തുണി ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പം നമ്മളെ ഫ്രോക്ക് ഉള്ളതാണ് ഞാൻ അയക്കുന്നത്. അപ്പോൾ പിന്നെ അമ്മ ചെടിക്ക് വെള്ളം നനക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്നെ. അമ്മ നീ എൻ്റെ ചെടിയെല്ലാം കുറേ ആയില്ലേ കാണിച്ചിട്ട് എല്ലാവർക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ബാക്കിയുള്ളത് തന്നെ വീഡിയോ എടുത്തിട്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരുപാട് പച്ചമുളക് ആകുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുമെന്ന് അറിയില്ല ആകുന്നത്. അങ്ങനെ പച്ചമുളക് ഇങ്ങനെ ആകുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ കുറച്ചിനും കൂടി തടിയുള്ള നല്ല പച്ചമുളകാണ്. ഇത് പിന്നെ കുറച്ച് മെലിഞ്ഞ പച്ചമുളക് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴുണ്ട് അമ്മ കൊട്ടയിലെല്ലാം ചീര നട്ടിട്ട്. ഞാൻ ചോദിച്ചിരുന്ന കൊട്ടയിലെല്ലാം നട്ടിട്ട്. അപ്പം പറഞ്ഞ് ഒരു ദിവസം യൂട്യൂബിൽ നോക്കുന്നവരാരോ ഇങ്ങനെ നട്ടിട്ടുണ്ട്. അന്നേരം പിന്നെ എനിക്കൊരു രസം തോന്നിയിട്ട് ഞാനപ്പം അന്നേരം തന്നെ നട്ടുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വേറെയും പടവലങ്ങയും പിന്നെ കൈപ്പക്കയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങ് ദൂരെ ഒരു വെള്ളരിയും കണ്ടു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞി വെള്ളരി. ഇപ്രാവശ്യം പിന്നെ കണിയൊന്നും വെച്ചിട്ടില്ല, വെണ്ടയ്ക്ക ഇങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പടവലങ്ങ. ഇപ്പം ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ അതെല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക് വിചാരിച്ചു. പിന്നെ ഇത് അരിക്കുട്ടൻ ചെയ്യുന്ന പണിയുണ്ട, വണ്ടീൻ്റെ അകത്ത് തന്നെ പെട്രോൾ നിറയ്ക്കുന്നതാണ്. അങ്ങനെ തോക്കെടുത്തിട്ട് ലോറീൻ്റെ അകത്ത് പെട്രോൾ നിറയ്ക്കുന്നതാണ് റിക്കൂട്ടൻ. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാൻവീട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. സനയെ അപ്പുറത്തുനിന്ന് എന്തല്ലോ വണ്ടി സാധനങ്ങൾ എടുത്തിട്ട് അപ്പുറത്തൊന്നും കളിക്കുന്നുണ്ട് കേട്ടോ. അതിച്ചു ഇനി പോകാം. അതാ വെച്ചു. അതാ പെട്രോൾ പമ്പ്, അതാണ്. നിത്തി വെച്ചു. പെട്രോളാണ് അടിക്കുന്നത്. ഇതാ പെട്രോൾ ടാങ്ക്. പിന്നെ അമ്മ 3 അമൃതം ആക്കിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ സാൻവിങ്ങിനെ ആക്കി കളിക്കുന്നിട്ട് ഞാനൊരു ചീത്ത പറഞ്ഞു. അന്നേരം ഓള് പറഞ്ഞു അത് തണിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുടിച്ചു തുടങ്ങി. പിന്നെ അച്ഛൻ തുണി അയച്ചിട്ട് വരുമ്പം തേനുണ്ട കൊണ്ടുവന്നിട്ടുണ്ടായിനെ. അപ്പോൾ അത് കഴിച്ചു. മധുരക്കട്ടിയാണ്, പക്ഷേ എനിക്കിത് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുറച്ചേ കഴിക്കാത്തത്. അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ ഒരു രസം കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ആടി ഇരിക്കുന്നുണ്ട് ഞാൻ. 3 പിള്ളേരും കൂടിയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. എപ്പോൾ അടി പൊട്ടുമെന്നറിയില്ല. ചില സമയത്ത് അടി ഉണ്ടാക്കുന്ന ആൾ റിക്കൂട്ടൻ തന്നെയാണ്. കാരണം അവരെന്താണെന്ന് എടുക്കുന്നത് അത് അന്നേരം ഇവന് വേണ്ടി വരും. അതാണ് മെയിൻ പ്രശ്നം. അങ്ങനെ കുറച്ച് സെക്കൻഡുകൾക്കിപ്പുറം ഒന്ന് കണ്ണ് തെറ്റിയപ്പോൾ റിക്കൂട്ടൻ ഇതാ അമ്മ എടുത്ത് വെച്ച് വിത്തില്ലേ അതുണ്ട് അവിടെ വേറിയിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞു 1 2 3 പറഞ്ഞിട്ട് എല്ലാം പൊറുക്കിയിട്ട് അതിൽ തന്നെ ഇടുന്നത്. പക്ഷെ ചങ്ങായി 1 2 3 4 5 6 7 8 വരെ പറഞ്ഞിട്ടിട്ടെങ്കിലും പിന്നെ ഇതുപോലെ വാരി കളിക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ പിന്നെ ചോറ് കഴിക്കാൻ നമുക്ക്
അപ്പോൾ സാൻവിക്കുട്ടി ചോറെല്ലാം കഴിച്ചിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സനയെ പറഞ്ഞ് വാരി കൊടുക്കണമെന്ന്. അങ്ങനെ സനയ്ക്ക് വാരി രണ്ടാമത് വരുമ്പോൾ ഇപ്രാവശ്യം ഉപ്പിലിട്ട മാങ്ങലും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് രണ്ടാൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതും കടിക്കും, ചോറും കഴിക്കും. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ മാങ്ങ കഷ്ണം റിക്കോട്ടിന് കൊടുക്കുമ്പോൾ റിക്കോട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് നമുക്കെല്ലാം എന്തോ പോലെ ആക്കുന്നുണ്ട് കേട്ടോ. റിക്കൂട്ടനും സാൻവിയും ചോറിലും തിന്നിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നടുക്കൊരു പൂച്ചേനെ കണ്ട് രണ്ടാളും സ്റ്റക്കായി. പിന്നെ പൂച്ചേൻ്റെ പിന്നാലെ ഓട്ടമായിരുന്നു. അങ്ങ് ഓടി പിന്നെ റിക്കൂട്ടൊരു കല്ലെടുത്തിട്ട് അതിന് പിന്നാലെ വന്നപ്പോൾ അമ്മ നെറിയണ്ടടാ അതിന് കൊള്ളുന്നെല്ലാം പറഞ്ഞിപ്പോൾ ഒരുത്തൻ കല്ല് ഒഴിച്ചിട്ട് റോഡിന് ചാടാൻ പോയി കേട്ടോ. അങ്ങനെ അവിടെ വെള്ളമെല്ലാം തട്ടി മറിച്ചിട്ടുണ്ട്. അങ്ങനെ സനയ്ക്ക് ചോറ് കൊടുത്ത ശേഷം ഞാനും കഴിച്ചു. പിന്നെ ഇന്നലത്തെ പായസം ഉണ്ട്, അതും കുടിച്ചു. പിന്നെന്താ, പിന്നെ എല്ലാവരും അകത്ത് കയറിയിട്ട് സാൻവി അതാ മാങ്ങ കഴിച്ചു കൊണ്ടിരിക്കുവാന്ന്. മാങ്ങയല്ല വേറെ എന്തോന്ന് തോന്നുന്നു, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം റിക്കൊണ്ടും തിന്ന് കാണുന്നുണ്ട്. അങ്ങനെ 3 പിള്ളേരും കിടന്നുറങ്ങി കേട്ടോ. കുറച്ച് സമയത്തേക്കുള്ള സമാധാനം. അപ്പം രാത്രിക്ക് വൈകി ഉറങ്ങിയോണ്ട് ഞാനും കുറച്ച് സമയം ഉറങ്ങി. അങ്ങനെ എണീച്ച് കുളിച്ചു. അപ്പോഴേക്ക് റിക്കൂട്ടിന് ഉറങ്ങി എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ 3 ആളും എണീച്ച് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ അമ്മ ബ്രെഡും മുട്ടയും ബട്ടറും ഉണ്ടായിരുന്നു. അപ്പം അത് എല്ലാവർക്കും കൊടുത്തു, ഞാനും കഴിച്ചു. ബ്രെഡിലിങ്ങനെ മുക്കിപ്പൊരിക്കുന്നതില്ലേ, അങ്ങനെയാണ് കേട്ടാക്കിയത്. അപ്പം കുറച്ച് കാലമായി ഞാൻ മുട്ടയൊന്നും കഴിക്കാത്ത. ഇന്നലെ എന്തോ വെറുതെ തോന്നിയാലെടുത്ത് കഴിച്ചിട്ടാ. കാരണം 1 മാസത്തിൽ കൂടുതലായി ചുമയും കഫവുമായിട്ട് ഇതുവരെ മാറിയിട്ടില്ല. ഇനി എപ്പാ പിന്നെ ഞാൻ ഇതെല്ലാം തിന്നേണ്ടത്? അങ്ങനെ പിന്നെ കഴിച്ചേട്ടാ. പിന്നെന്താ, അങ്ങനെ റിക്കൂട്ടൻ ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മുട്ടത്തോട്ടെടുത്ത് അതുകൊണ്ടിട്ട് പുറത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് പുറത്ത് വെച്ച്. അതിൻ്റെ ഇടയ്ക്ക് സാൻവിനോടെല്ലാം എന്തല്ലോ വേറെ വർത്താനം പറയുന്നുണ്ട്. സനയെ ഇങ്ങനെ ഇടയ്ക്ക് പോയിട്ട് ഇങ്ങനെ ചെറുങ്ങനെ നുള്ളും. പക്ഷേ ആ നുള്ള് നല്ല വേദന ഉണ്ടാകും കേട്ടോ. ഇപ്പം എന്നെ ഓനെ മാത്രമല്ല എന്നെ എല്ലാം നുള്ളും. അതിൻ്റെ ഇടയ്ക്ക് അത് അവിടുത്തെ നക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ചീത്ത പറഞ്ഞിട്ട് നിർത്തിയതാണ്. പിന്നെ അച്ഛൻ വരുമ്പം ചന്ദനത്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കാന്താരി പൊട്ടിക്കാനുണ്ട്, പടക്കം. അങ്ങനെ പിന്നെ 3 ആളെയും കുളിപ്പിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടായിനെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് എനിക്ക് കാന്താരി ഞാൻ പണ്ടേ പൊട്ടിക്കലുണ്ട് കാന്താരി ചെറുതിലെ. അപ്പോൾ മുകളിലത്തോട്ടുള്ള സ്നേഹിച്ചാൽ എനിക്ക് പറഞ്ഞു തന്നത്. പൊതുവെ ഞാൻ പണ്ട് എന്തായെന്ന് വെച്ചാൽ കടലാസിൽ വെച്ചിട്ട് കത്തിക്കലാന്നേ. അപ്പോൾ എല്ലാവരും ചിരിക്കലാന്ന് നോക്കിയിട്ട്. എനിക്ക് പേടിയാണ് പൊതുവെ പൊട്ടിക്കാമല്ലോ. അങ്ങനെ സ്നേഹിച്ചെന്ന് എന്നോട് പറഞ്ഞത് ഇതിൻ്റെ തിരിയില്ലേ അത് കുറച്ച് മാറ്റിയതിന് ശേഷം ചന്ദനത്തിരി വെച്ച് കത്തിച്ചാൽ മതി. അന്നേരം നമുക്ക് അത്യാവശ്യം ഓടാനുള്ള സമയം കിട്ടും, പെട്ടെന്ന് പൊട്ടുകയില്ല. അങ്ങനെ പിന്നെ കുറച്ചേ ഉള്ളായിരുന്നുള്ളൂ. ഇത് അവിടുന്ന് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് പിള്ളേർ വരുമ്പോൾ എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാത്തിൻ്റെയും തിരി കളയുവാന്ന്. അപ്പം അച്ഛനുണ്ട്, അച്ഛനൊരു പണിക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് കാത്തു നിൽക്കും. ക്യാമറയിൽ ആരെയും തലയൊന്നും കാണില്ലല്ലോ, ഞാൻ ഇപ്പം ശ്രദ്ധിക്കുന്നത്. പിന്നെ ഞാൻ സ്റ്റാൻഡ് എടുത്തിട്ടില്ല. അത് ഇതുപോലെ പിള്ളേർ തട്ടിയിട്ടാൽ പിന്നെ കഴിഞ്ഞു. അതുകൊണ്ട് തൽക്കാലം ഇതിൽ തന്നെ ഇത് ഏട്ടൻ്റെ ഇവിടെ നിന്ന് കൊണ്ടുവന്ന പുതിയൊരു സാധനം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താ റോക്കറ്റല്ല, പേര് ഞാൻ മറന്നുപോയി. ഹെലികോപ്റ്റർ കേട്ടോ, അതാണ് സാധനം. അപ്പം 3 ഉള്ളായിരുന്നുള്ളൂ. സംഭവം എനക്കത് കത്തിക്കാൻ നല്ല പേടിയാണ്. അപ്പോൾ ഇതിപ്പോൾ കത്തിക്കുന്നത് നമ്മളെ മുകളിലത്തെ ഉള്ള സ്നേഹിതേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പരവരെ എങ്ങോട്ടേക്കല്ലോ അത് പോകുന്നത്. പക്ഷെ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. റിക്കൂട്ടിനൊരു തുപ്പെല്ലാം തലയിലിട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ പൊട്ടാനാകുമ്പോൾ റിക്കൂട്ടിന് ഓടി അകത്ത് കയറും. എന്നിട്ട് അകത്തുനിന്ന് ഉണ്ടാവും കൂക്കുന്നു. ഇത് ശിവൂട്ടേട്ടാ. ഞാൻ നേരത്തെ എൻ്റെ സ്നേഹിതേച്ചിൻ്റെ മോനാണ്. ഞാനപ്പോൾ അവനോടൊരു ഹായ് പറയാൻ പറഞ്ഞതാ. അപ്പോൾ ഹായ് പറഞ്ഞിട്ട് ചോദിച്ച് അതാരാണെന്ന്. അവൻ വിചാരിച്ചത് അത് വീഡിയോ കോൾ ചെയ്യുന്നതാണെന്നാണ് കേട്ടോ. അകത്തേക്ക് ഓടണോ ഇങ്ങോട്ടേക്ക് ഓടണോ?
പിന്നെ ഞാൻ ഇതാ കാന്താരി കത്തിക്കുവാന്നേ. പക്ഷെ അതിൻ്റെ തിരി ഞാൻ ഇതെടുത്ത് പേപ്പർ എടുത്ത് മാറ്റിയിട്ട് പിന്നെ കറുപ്പ് തിരിയാണല്ലോ, അത് കാണുന്നില്ല. കുറച്ച് ചന്ദനത്തിരിനെ കൊണ്ട് അങ്ങനെ കത്തിച്ച്, പിന്നെ വെച്ച് വേഗം തീർക്കാം. അങ്ങനെ 3-4 ഒന്നിച്ചിട്ട് കട്ടാക്കി വെച്ചിട്ട് പിന്നെ പേപ്പറിൽ വെച്ചിട്ട് കത്തിക്കുവാന്ന് കേട്ടോ. അപ്പോൾ ഇപ്പം വീഡിയോ എടുത്തിരുന്നത് സാൻവിയാന്നേ. അപ്പോൾ 3 വെക്കുമ്പം 2 മാത്രം പൊട്ടും, 4 വെക്കുമ്പോൾ 3 മാത്രം പൊട്ടും, അങ്ങനെ ഇരുന്ന്. അപ്പോൾ പിള്ളേർക്കുള്ളൊരു അരങ്ങ് അത് തന്നെ. ഇല്ല പേപ്പർ കത്തുന്നേ. അങ്ങനെ പിന്നെ പൊട്ടിക്കൽ പരിപാടിയെല്ലാം കഴിഞ്ഞ് റിക്കോട്ടിനകത്തുനിന്ന് ഗംഭീര കളിയാണ് കേട്ടോ. ഇപ്പോൾ പൊട്ടുമ്പോൾ ചിരിക്കും, പിന്നെ ഭയങ്കര കളി, അതാണ് മൂപ്പര കാര്യം. അങ്ങനെ പിന്നെ അടുത്ത ഞാൻ കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാവരും വെയിറ്റ് ചെയ്യാൻ. അങ്ങനെ പൊട്ടിക്കൽ പരിപാടിയെല്ലാം കഴിഞ്ഞു. എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കളിസാനെല്ലാം വെച്ചിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. റിക്കോട്ടും കണ്ടില്ലേ, ഒരു പമ്പരമുണ്ട്, മറ്റേ നമ്മൾ കിൻഡർ ജോയ് വാങ്ങുമ്പം കിട്ടിയതാണ്. അപ്പം അത് കറക്കാനുള്ള ഭയങ്കര ശ്രമത്തിലായിരുന്നു. അങ്ങനെ അത് വാളിപ്പോയപ്പോൾ അടുത്തെടുത്തിട്ട് വായിലിടുന്നുണ്ട് കേട്ടോ. റിക്കോട്ടിന് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ കാല് വെച്ചിട്ട് റിക്കോട്ടിന് ഇരിക്കും കേട്ടോ. അതാ എപ്പം മുതലോന് ഇരിക്കാൻ തുടങ്ങി അന്നേരേ ഇങ്ങനെയാണ് ഇരിക്കൽ. പിന്നെ സാൻവിക്ക് കുറച്ച് ഹോംവർക്കെല്ലാം ചെയ്യാനുണ്ടായിരുന്നു. അതും പിന്നെ ഭയങ്കര ബോറാണ് ഈ വെക്കേഷൻ ടൈമിന് ഹോംവർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ അവർക്ക് ഓൾറെഡി ഡയറി എഴുതാനുണ്ട്, അത് ഓക്കെ എന്ന് വിചാരിക്കുക. പക്ഷേങ്കിൽ കുറേ വർക്ക് ഷീറ്റും അത് നോക്കിയിട്ട് ചിത്രം വരക്കണം അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലോ സംഭവങ്ങൾ മാഷ് ഇങ്ങനെ അയക്കുന്നു കേട്ടോ. ആ പേജ് എനിക്ക് ഫോർവേഡ് ചെയ്യും, ഞാനിങ്ങനെ ചെയ്യിപ്പിക്കും. അതാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പം അവൾ ഡയറി എഴുതിയതാണ്, തലേന്നത്തെ ഡയറി എഴുതിയതാണ് കേട്ടോ. അങ്ങനെ അതിലുള്ള കറക്ഷനെല്ലാം പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഇവരെ 2 അടി തീർക്കണം. തന്നെ ഇത് അതിൻ്റെ അപ്പളേയൊക്കെ കോട്ടേൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. പിള്ളേരൊരു രസം തന്നെയാണ് വീട്ടിലുള്ളത്. അങ്ങനെ പിന്നെ എല്ലാവരും ചോറ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ റിക്കൂട്ടൻ പറഞ്ഞ് TV വേണം പറഞ്ഞിട്ട് അങ്ങനെ ലാപ്ടോപ്പിൽ വെച്ച് കൊടുത്ത്. ഇവിടെ TV ഇല്ല കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അതെല്ലാം കണ്ട് പിന്നെ ഇത്തിരി ബുക്കെല്ലാം പഠിച്ച് പിന്നെ നോക്കുമ്പോൾ 3 ആൾക്കും ഉറക്കില്ല. നമ്മൾ വേഗം എല്ലാം ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ 3 ആൾക്കും ഉറക്കില്ല കേട്ടോ. ഇത് ഞാൻ ഈ പകൽ ഫുള്ള് ചിലപ്പോൾ ഇവർ തൂങ്ങിയ പോലെ നിൽക്കുന്നുണ്ട്, ഈ രാത്രി ഇങ്ങനെയാകുമ്പോൾ എനർജി കിട്ടുന്നതെന്നാ. തിരിച്ച് പണിയൊരുങ്ങുകയും ചെയ്യുന്നുണ്ട് കളി കാണുമ്പം. എന്നാൽ നമ്മളെ ഉറക്കം നിൽക്കുമ്പോൾ ഉറങ്ങാൻ വിചാരിക്കുമ്പോൾ അതൊട്ടും നടക്കുകയില്ല. എനിക്കൊന്ന് 12 മണി ആ ടൈം അവർ 3 വന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ആറിയിട്ടെടുത്ത് വെച്ചത് മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ സാൻവിക്കുട്ടി അതിന് ഹെൽപ്പ് ചെയ്യാന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇവരൊക്കെ അകത്തുനിന്ന് ഉറക്കം വീഡിയോ എടുക്കാനൊന്നും ആവില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാനും കൂടി ശ്രമിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.